ദൈവത്തിൻ്റെ ത്രിയേക നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 148 മുതൽ 150 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 150 സങ്കീർത്തനം 6 വാക്യം. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പിൻ. സങ്കീർത്തന പുസ്തകത്തിലെ അവസാന സങ്കീർത്തനവും സ്തുതിക്കുവാനുള്ള ആഹ്വാനം നൽകുന്നതുമാണ് ഈ സങ്കീർത്തനം. ഈ ചെറിയ സങ്കീർത്തനത്തിൽ 13 പ്രാവശ്യം സ്തുതിപ്പിൻ, സ്തുതിക്കട്ടെ എന്ന വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്ര സ്തുതികളുടെ ഉപസംഹാരമാണ് ഈ സങ്കീർത്തനം. ഈ അവസാന സന്ദേശത്തിൽ അപേക്ഷയോ പരാതികളോ അല്ല, മറിച്ച് യഹോവയെ സ്തുതിപ്പിൻ എന്നതാണ് മുഖ്യമായിട്ടുള്ള സാരാംശം. സത്യദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കുവാനുള്ള അവകാശവും പദവിയുമൊക്കെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനാൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെ എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതിലൊന്നാമതായിട്ട്, എവിടെ ദൈവത്തെ സ്തുതിക്കണം? ഈ സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ പറയുന്നത് യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ എന്നാണ്. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ സ്തുതിക്കണം എന്നും പറയുന്നു. അതിനാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടത്തെല്ലാം ദൈവത്തിൻ്റെ സ്തുതികൾ ഉയരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വീട്ടിലും സഭയിലും നാം ഉൾപ്പെടുന്ന ജോലി സ്ഥലത്തുമെല്ലാം ദൈവസ്തുതി ഉയരണം. രാവിലെയും വൈകുന്നേരവും നമ്മുടെ ഭവനങ്ങളിൽ കുടുംബ പ്രാർത്ഥനകൾക്ക് നാം മുൻകൈയെടുക്കുക. അതിലൂടെ ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് എന്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കണം എന്നാണ്. ഈ സങ്കീർത്തനത്തിന്റെ 2 വാക്യത്തിൽ പറയുന്നു, അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പിൻ, അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പിൻ എന്ന്. അവന്റെ വീര്യപ്രവൃത്തികൾ നിമിത്തവും അവന്റെ മഹത്വത്തിന്റെ ആധിക്യ നിമിത്തവുമാണ് നാം അവനെ സ്തുതിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അഥവാ നന്മകൾ ഓർത്ത് നാം സ്വാഭാവികമായി ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് ഇവിടെ പറയുന്നത് എങ്ങനെ ദൈവത്തെ സ്തുതിക്കണം എന്നാണ്. അത് കാഹളം, വീണ, കിന്നരം, തപ്പ്, തന്ത്രിനാദം, കുഴൽ, ഉച്ചനാദമുള്ള കൈത്താളം, അത്യുച്ചനാദമുള്ള കൈത്താളം എന്നിവയോടുകൂടെ ദൈവത്തെ സ്തുതിക്കണമെന്ന് 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മോട് പറയുന്നു. ആരാധനകൾ സജീവമായിരിക്കണം. വാദ്യ സംഗീത ഉപകരണത്തോടൊപ്പം ദൈവത്തെ ആരാധിച്ചിരുന്നത് ഇസ്രായേല്യരുടെ പൊതുവായ ഒരു ശൈലിയായിരുന്നു. ഇത് നമ്മുടെ എല്ലാ കഴിവുകളും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്നാണ് ഇതിലൂടെ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്യുന്നത്. 4മതായിട്ട് പറയുന്നു ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്ന്. അത് നമ്മൾ കുറിവാക്യമായ വായിച്ച വാക്യത്തിൽ കേട്ടതുപോലെ ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. സ്ഥാനഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ സകല സൃഷ്ടികളും ഒന്നിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. പരാതികളുടെ ലോകത്ത് സ്തുതിയുടെ ശബ്ദം ഉയർത്തുന്നവരായിട്ട് തീരുക. സ്വയം പുകഴ്ച നേടുവാൻ ആഗ്രഹിക്കുന്ന ഈ കാലത്ത് ദൈവത്തെ നാം പുകഴ്ത്തുക. നമ്മുടെ ശരീരത്തിൽ ശ്വാസം നിൽക്കുന്നിടത്തോളം ദൈവത്തെ നാം മഹത്വപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിനും നാം ദൈവസന്നിധിയിൽ കടപ്പെട്ടവരാണ് എന്ന് നാം മറന്നു പോകരുത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എൻ്റെ ജീവിതം ദൈവത്തിന് സ്തുതിയായി മാറുന്നുണ്ടോ? നമ്മുടെ ജീവിതങ്ങൾ ദൈവത്തിനുള്ള സ്തുതി സ്തോത്രമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിയ ജീവനായി, ശ്വാസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, പരാതിപ്പെടാതെ എപ്പോഴും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾ ഏവരെയും ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.